രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744 06785. ശ്രീരാമൻ ധർമ്മങ്ങൾ കർശനമായി പാലിക്കുന്നവനായിരുന്നു. താൻ തന്നെ പരിശീലിക്കാത്തത് അദ്ദേഹം ഒരിക്കലും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുമില്ല. മാതാപിതാക്കളോടുള്ള അനുസരണം, അവരുടെ വചനത്തിൽ നിന്നും പിന്നോട്ടു പോകാനുള്ള വിസമ്മതം, തനിക്ക് കീഴടങ്ങിയവരെ അംഗീകരിക്കാനുള്ള വിശാല മനസ്കത, ആവശ്യമുള്ളപ്പോൾ നീതിപൂർവമായ കോപം, ഇതെല്ലാം രാമൻ എന്ന സത്യത്തെ മര്യാദാ പുരുഷനാക്കി മാറ്റുകയായിരുന്നു. ജീവിതത്തിൽ നമുക്ക് മാതൃകയാകേണ്ടത് ശ്രീരാമനായിരിക്കണമെന്നതാണ് രാമായണത്തിന്റെ കാതൽ. ഇന്ന് നമുക്കായി രാമായണ പാരായണം ചെയ്യുന്നത് തൊമ്മൻകുത്ത് സ്വദേശിനിയായ എരപ്പനാൾ സുഭദ്രയും പാരായണ ഭാഗം വ്യാഖ്യാനിക്കുന്നത് സ്വാമി അയ്യപ്പദാസുമാണ്. ഇന്ന് കർക്കടകം 18 വെള്ളിയാഴ്ച. അങ്കദാദികളുടെ സംശയം, സമ്പാദിവാക്യം, സമുദ്രലംഘന ചിന്ത, ഇത്രയുമാണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യുന്ന ഭാഗമായിട്ട് വരാവുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, കിഷ്കിന്ധ്യാകാന്ഡത്തിൻ്റെ സമാപന ദിവസം കൂടിയാണ് ഇന്ന്. നാളെ മുതൽ സുന്ദരകാന്ഡം ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കഥാരൂപം ചെറുതായി എന്തെന്ന് നോക്കാം. സീതാന്വേഷണത്തിനിറങ്ങിയ നമ്മൾ 1 മാസം പിന്നിട്ടിട്ടും ദേവിയെ കാണാൻ സാധിച്ചിട്ടില്ല. അതിനാൽ കിഷ്കിന്ധ്യയിലെത്തിയാൽ മരണം സുനിശ്ചിതമാണ് എന്ന് വാനരന്മാർ ആത്മകഥം ചെയ്തു. സുഗ്രീവൻ കഠിനഹൃദയനാണ്. യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനാൽ മരണം തന്നെയാണ് പോംവഴി എന്ന് തീരുമാനിച്ച് മർക്കടന്മാർ എല്ലാവരും ദർഭ വിരിച്ച് അവിടെ കിടന്നു. ഈ സമയത്ത് മാഹേന്ദ്രപർവ്വത ഗുഹയിൽ നിന്ന് ഒരു ജീവി പുറത്തു വന്നു. നീളെ ഉറങ്ങിക്കിടക്കുന്ന കവികളെ കണ്ട്, മരിക്കാൻ തയ്യാറായി കിടക്കുന്ന ആ കവികളെ കണ്ടിട്ട് അവൻ ആത്മകഥം ചെയ്തു: പ്രാണഹാനി വരുന്ന ഓരോന്നിനെയും എനിക്ക് കഴിക്കാൻ ഈശ്വരൻ കരുണയോടെ നൽകിയതാ ഈ ഭക്ഷണം എന്ന്. കവികൾ പറഞ്ഞു: ജടായു എത്ര ഭാഗ്യവാൻ, രാമൻ്റെ കൈകൊണ്ട് തഴുകിക്കൊണ്ട് മരിക്കുന്നതിന് കഴിഞ്ഞു. ഈ പേര് കേട്ട മാത്രയിൽ സമ്പാദി ചോദിച്ചു: ആരാണ് ജടായു എന്ന് പറഞ്ഞത്? അതെൻ്റെ അനുജനാണ്. ഹനുമാൻ ജടായുവിൻ്റെ വിശദവിവരങ്ങൾ സമ്പാദിയെ അറിയിച്ചു. രാവണൻ്റെ കൈകൊണ്ടാണ് അവന് മരണം സംഭവിച്ചതെങ്കിലും മരണത്തിനൊരു മുഹൂർത്ത മാത്രേണ രാമൻ സമീപം എത്തുകയും തൃക്കൈകൾ കൊണ്ട് തലോടി രാമപാദാന്തികത്വത്തിൽ ജടായു വിലയം പ്രാപിക്കുകയും ചെയ്തു. ജടായുവിൻ്റെ ഉദകക്രിയകൾ ചെയ്യാൻ സമ്പാദിയെ സമുദ്രതീരത്തെത്തിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ പടി സമ്പാദിയെ വാനരന്മാർ സമുദ്രതീരത്തെത്തിച്ചു. ഉദകക്രിയകൾ ചെയ്ത് സന്തുഷ്ടനായ സമ്പാദി ഉയർന്ന ത്രികൂടാചലത്തിന് മുകളിൽ ലങ്കാപുരിയുണ്ട്. ഇവിടെ നിന്നും 100 യോജന ദൂരം ഉണ്ട് അവിടേക്ക്. ആ സ്ഥലത്ത് അശോകവനത്തിൽ രാക്ഷസ സ്ത്രീകളുടെ മധ്യത്തിൽ സീതാദേവി ഇരിപ്പുണ്ട്. സമുദ്രം കടന്ന് അവിടെ ചെന്ന് ദേവിയെ കണ്ടു കഴിഞ്ഞാൽ തിരികെ വന്ന് രാമദേവനെയും മുഴുവൻ സൈന്യത്തെയും കൊണ്ടുപോകാം. ഭീഷണമായ യുദ്ധാവസാനം രാവണനെ വധിച്ച് സീതയെ നമുക്ക് കൊണ്ടുപോരാം. സമുദ്രത്തിന് 100 യോജന വിസ്തൃതിയുണ്ട്. ഹനുമാനെ എല്ലാവരും കൂടി ഉത്സാഹവാനാക്കി. തീരെ കുട്ടിയായിരുന്നപ്പോൾ സൂര്യൻ ഉദിച്ചുയരുന്നതിൻ്റെ ചുവപ്പ് നിറം കണ്ടിട്ട്
അത് പഴുത്ത പഴമാണെന്ന് ധരിച്ച് പറിച്ചെടുക്കാനായി ഹനുമാൻ അന്ന് ചാടിയത് 500 യോജനയിലാണ്. സമുദ്രത്തിന് തരണം ചെയ്യാൻ കേവലം വേണ്ടുന്നത് 100 യോജന മാത്രം. ഇങ്ങോട്ട് പോരാൻ നേരത്ത് ശ്രീരാമചന്ദ്രൻ മുദ്രാങ്കുലിയം നൽകിയത് ആരുടെ കയ്യിലാണ് ഹനുമാൻ? അത് നിന്റെ കയ്യിലാണ്. ആ അടയാളവാക്ക് നൽകിയത് ആരുടെ അടുത്താണ്? അതും നിന്റെ അടുത്താണ്. അപ്പോൾ നിനക്ക് സാധിക്കും ഇത്. ഹേ മാരുതേ, നിന്റെ കയ്യിലാണ് ഇതെല്ലാം ഉള്ളത്. സീതയെ തേടി വരുന്ന കവികൾക്ക് മാർഗം കാണിച്ചു കൊടുക്കുമ്പോൾ നിന്റെ പക്ഷങ്ങൾ പുതുതായി നിനക്ക് മുളയ്ക്കും എന്ന് മാത്രമല്ല, നിന്റെ എല്ലാ ദുഃഖങ്ങളും അതോടെ തീരും എന്ന് സമ്പാദിക്ക് ലഭ്യമായ ആ അനുഗ്രഹം ഇതാ നോക്കൂ. പുതിയ ചിറകുകൾ അവന് മുളച്ചു വന്നു. ആ പുതിയ ചിറകുകൾ ഉപയോഗിച്ച് സമ്പാദി വിഹായസിലേക്ക് പറന്നുയർന്നു. അതേപോലെ സമുദ്രലംഘനത്തിന് തയ്യാറായി ഹനുമാൻ മാഹേന്ദ്ര പർവ്വതത്തിന് മുകളിലെത്തി ചാടാൻ തയ്യാറായി നിന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലി ഇടോമടിയാതെ, ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. മാർക്കട സഞ്ജയം ദേവിയാരാഞ്ഞു, വൃക്ഷേണ്ടു വസിക്കും ദശാന്തരെ, എത്ര ദിവസം കഴിഞ്ഞതെന്നോദര പുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടാകയും, ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പൂക്കുഴന്നു നടന്നു ഓണമേതോ മറിഞ്ഞില്ല, അവസരം പോയതും മാസവതീതമാ വന്നിതോ നിർണയം, ഋസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രജനീയോഗമനുഷ്ഠിയാതെ വൃത രാജധാനിക്കൂ നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ, പിന്നെ വിശേഷിച്ചു ശത്രുധന യനാമെന്നെ വധിക്കുമതിലൊരനന്തരം, എന്നില വന്നൊരു സമ്മതമെന്തുള്ള തന്നെ രക്ഷിച്ചതോ രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചൊല്ലിൽ മാമകം ജീവനും രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനായാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരാപുങ്കവൻ, ഭാവി ദുരാത്മാവിനന്തരൂടാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേ ഉള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്കെന്നു ചെല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചമ്പോടു ചെല്ലിനാമിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടോ ഞങ്ങളറിയുക നീ. ഇന്നു നാം പോന്നാകുകയി ലകമ്പൂക്കു നന്നായി സുഖിച്ചു വസിക്കാം വസംചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമധു ദേവലോ
മോഹവം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ, താരയെ പോകനാം വൈകരുതേതുമേ. അങ്കദൻ തന്നോടി വണ്ണം കൽപ്പീകുല പൊങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ. ഗീതാജ്ഞന്നയ കോവിദൻ വാദജ ഗംഗധനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ദകാരങ്ങൾ നിനക്കായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയെ കളാതിപ്രിയൻ നീതവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വര ഏമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധീപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരവില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാദിപത്മജനന്ദന കേളിതം ഞാനും തവാഹിതത്തിങ്കൽ പ്രസക്തന. ജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കല. ആനീവരായി വാൻഗുഹയിൽ വസിക്കുന്നു വാനരൗഷം പറഞ്ഞിലയോ ചെല്ലു നീ. രാഘവാസ്തുതിന്ന ഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ചോദിക്കയില്ലടോ സഞ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവാദിജകുല ധർമ്മവിദ്വേഷവും പൂർവബന്ധുക്കളിൽ വച്ചൊരു വൈരവും വർത്തിച്ചു വംശനാശത്തിനു കർത്തൃത്വവും ധനിക്കായി വന്നുകൂടുമോ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോടു ചെല്ലുവാൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാജകൽമയൻ. മായാ ഭഗവതി സാക്ഷാ മഹാവിഷ്ണു ജയാ സകല ജഗൽമോഹകാരിണി. സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരപ്രധാനായുള്ള പണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭൂമി മനുഷ്യ വേഷമായി വന്നു പിറന്നതി യോത്തിയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയാം രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചന. പ്രാർത്ഥിതനാകയ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായണൻ. ശ്രീകണ്ഠസേവൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനാ വന്നിങ്ങവതരിച്ചിടിന ഹൃദ്യവർക്കം നാം പരിചരിച്ചിടുവാൻ. പത്യാനിയോഗേന വാനര വേഷമായി വൃത്തിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നെ പാരീഷതന്മാരുടെ പദം തന്നതിലെപ്പോഴും പരിചരിച്ചിന്നിയും. വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടുമീ. അങ്കദനോടി വണ്ണം ഭവാനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലിപ്പലതരം ആശ്വസിപ്പിച്ചൂടൻ വന്ധ്യാചലം പൂക്കൂ. കാശ്യാഭിപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണാവാരുതി തീരം മനോഹരം പൂക്കൂ മകാന്ദ്രാജലേന്ദ്രപദം മുദാ. ദുത്തരമേറ്റമഗാധം ഭക്ത പയക്തരം
ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമാർക്കട സഞ്ജയം പൃഥ്വിരീ പുത്രാത്മജാതികളൊക്കെയോ ത്രസ്തരാത്യാകുലം പൂണ്ടിരുന്നു. നുടൻ ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യ മെന്തിനീച്ചൻ ചെയ്വതു സന്തതമോർക്കനാം. ഗഹരം പൂക്കു പരിഭ്രമിച്ചത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. താണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശ കണ്ടനെയും കണ്ടുകിട്ടീല കത്രജിൻ. സുഗ്രീവനും തൃഷ്ണദണ്ഡനത്രേതുലോ നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രൂത്തനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യേവവാസന മൃത്യു വഹിപ്പതു. മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു മുഖവീകുലം. നിർപ്പാവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയൊന്നോർത്തവർ. അപ്പോ മഹേന്ദ്ര ജലേന്ദ്ര ഭഗാന്തര ശ്രുത്തം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃത്തനായുള്ളൊരു ശ്രുത്രപ്രവരനും പ്രത്യീതരപ്രവരൊത്തും ഗരൂപനായി ദുഷ്ടപരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ശ്രുത്തകുലാധിപൻ. പക്ഷമില്ലോതൊരെനിക്കു ദൈവം ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുന്നിൽ പ്രാണഹാനി വരുന്നതു സംപ്രതി പൂണ്ടു ഭക്ഷിക്കാമനൂദിനം. ശ്രുതവാക്യം കേട്ടു മർക്കടൗഹം പരിത്രസ്തരായ ന്യോന്യമാശു ചെല്ലിയിടിനാൻ. അദ്രീന്ദ്രതുല്യനായോരു ശ്രുതാധിപൻ സത്വരം കൊത്തി വിഴങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തകോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹൃദവും വന്നതില്ലല്ലോ. വർത്തമീവനാൽ മരിക്കെന്നു വന്നതു എത്രയും ദാവികളാകുന്ന ദേവയം. നിർമ്മലനായ ധർമാത്മാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു തർക്കം കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതോ രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതോ പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചതു. കർണവീയൂഷ സമാനമാം വാക്കുകൾ ചെന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നതന്യോന്യ നിങ്ങൂ വരുവിൻ ഭയപ്പെടായി കേതുമേ. ഇമ്പർഗോൺപൗത്രനും അമ്പോടതു കേട്ടു സമ്പാദിതന്നുടെ മുമ്പില മാറു ചെന്നമ്പോജലോചനൻ തൻ പാദപങ്കജം. സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചെല്ലിനാൻ സൂര്യകലജാതനായ ദശരഥ ആര്യപുത്രൻ മകാ വിഷ്ണു നാരായണൻ. പുഷ്കരനേത്രനാൻ രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടോ തപസ്സിനായി മുഖിതോ കാനനം താതാജ്ഞയാ പുര കട്ടുകൊണ്ടിടിനാം തൽക്കാലമെത്രയും. ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും ക്ഷോണിപുത്രി മുറിയിട്ടതു കേട്ടു. തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്ത നക്ഷണാധാരജനോടു ജടായുവോം. പക്ഷി പ്രവരനതിനാൽ വലഞ്ഞൊരു
യശോവരൻ നിജ ചന്ദ്രകാസം കൊണ്ടു പക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാന്തരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ പൃഥുവരായെന്നനുഗ്രഹിച്ചാൽ തരാം പുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാകിയ രാമനു മർക്കജനോടഗ്നി സാക്ഷീകമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിന. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും ഭോഗം നയിച്ചിതു ലക്ഷം കവീവരന്മാരെ ഓരോ ദിശി. ദക്ഷിണാദിക്കിനു പോന്നിതു ഞങ്ങളോ യക്ഷോവരനെയും കണ്ടിതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടായി ലപ്പോളവരെ വധിക്കും കവീവരൻ. പാതാളമുൾപ്പൂക്കുവാസരം പോയതു ഏതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതി. അപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങളിങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയോ മാരുടാമോദവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം പ്രാതാവനിക്കു ജടായു ഞാൻ നാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനൂയുധ ക്രിയ എന്നെടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനോ ജഗകർമാദികൾ നിങ്ങൾക്ക് സഹായം ജീവന ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളോ തീരത്തു വെച്ചിടിനാരാധരാൽ തൽസലിയിലെ കുളിച്ചജ്ഞിലിയും നൽകി വത്സന പ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥനാദേശത്തിരുത്തിനാൻ. പിന്നെയും ഉത്തമന്മാരായ വാനരാ സഞ്ജയം സ്വസ്ഥന സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൾ. ദുംഗമായിടം ത്രികുടാജലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്രാമകാശോകാനനീ ജാനകി തക്തഞ്ജരി ജനാമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം. ശ്രുതനായകയാൽ സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതീനവൻ പ്രതീതയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണ ഏതൊരു ജാതിയും ഭക്ഷവുമില്ലുമേ. ശാന്തേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണ ദേവാമതിന്നു വഴിയൻ നിർണയം. രത്നാകരം ശതയോജ വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം. പൂക്കൂ വൈദേഹിയെ കണ്ടു പറഞ്ഞുട ആനിക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കാമെന്നൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദിതനുടെ പൂർവവൃത്താന്തങ്ങളമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം പ്രാതാവുമായി
പുരാമനോനദർപ്പിത മാനസന്മാരുമായി വേഗാബലങ്ങൾ പരീക്ഷപ്പതിന്നതി വേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമാമണ്ഡല പര്യന്തമുൽപ്പതി ഈ ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ തൽക്ഷണേ നീയും തിടിച്ചതനൂജനു പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതീനുടൻ പിന്നിലാക്കിയിടിനാൻ പക്ഷം കരഞ്ഞു ഞാൻ വീണതോ ഭൂമിയിൽ പക്ഷോദയത്തോടു വീണാനോജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനോ നന്ദനായി 3 ദിനം കിടന്നിടിനേ പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായിതു ചിറാകും കരിഞ്ഞിങ്ങനെ വിക്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുടന്നങ്ങനെ ചെന്നേ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണപര്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നിരി എന്തു മൂലമിതാരാകുലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കിന്നു വ്യക്തമാവന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്ത നന്നൊഴിയാതെ മുനിയോട് ചെല്ലിനാൻ പിന്നെയും കുപ്പി തൊഴുതു ഖേദിച്ചിതു ആസന്നമായി വന്നു ചിറകും ദയാനിധേ ജീവത്തെദ്ധരിക്കേണ്ടുമുപായമി എന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളതു ചെല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം ഗുരുഷമീ ദേഹം നിമിത്തമീ ദുഃഖമറിയുക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ള രോഗം ബുദ്ധി കൈക്കൊണ്ടു മോഹാതകം ഹൃദി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ള അഹങ്കാരമോർക്ക വസ്തുവായുള്ളോരയ പിണ്ടവൽ സദാ ചിച്ചായോടു സംയുക്തനായി വർത്തതെ സപ്തമായുള്ളോരയ പിണ്ടവൽ സദാ തേനദേഹത്തിന്നു താതാത്മയോഗന താനൊരു ചേതനാവനായി ഭവിക്കുന്നു ദേഹേകമെന്നുള്ള ബുദ്ധിയുണ്ടായി വരൂ ആകന്ദനൂനമാത്മാവിനു മായയ ദേഹോഗമത്തേവ കർമ്മത്താഹമീത്യാകന്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി സമോഹമാർന്നു ജനേന മരണമാം സംസാര സഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപാദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭൂമിച്ചതി താൽപര്യവാൻ പുണ്യഭാവാത്മാക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തോൻ വളരെ ഞാൻ വൃത്താനുരൂപേണ യജ്ഞാതനാദികൾ ദുർഗതി നീക്കി സഹിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ ഋതു ഭവിച്ചു സുഖിച്ചു വാഴും വിധം ഉത്തമാംഗം കൊള്ള വീഴോ അതോ ഭുവി പുണ്യമിടുങ്ങിയാലെന്തൂതമണ്ഡലേ ചെന്നു പതിച്ചു നികാരസാമേതനായി ബ്രഹ്മോപതിച്ചു ശല്യാദികളായി ഭവി ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും
യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകാദിനേന കലർന്നു കലാലമേകീ ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചാരത്രം കൊണ്ട് ബുധാകാരമാം പഞ്ചദീനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിദ്ധം ഭവിക്കോ മതിന്നതു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശിരൂതിരപരിപ്ലുതമായി വരൂ മാസുതസ്യ മങ്കുരോൽപത്തിയും വരൂ പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധിക ലംഘങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടൂ മംഗലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖഭക്തിയും ഭുഗ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാംസം കൊണ്ടു ഷഷ്ടമാനസേ പുനഃ കിഞ്ചിനാൻ പോലും പിഴിയാതെ ദേഹിനാം കർണയോചിത്രം ഭവിക്കൂ മതീസ്ഫടം പിന്നെ മോട്രോവസ്തനാവീവായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരോ സ്ഥിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവി പുഷ്ടമായിടം ജഡരസ്ഥലാന്തരേ 9 മാസേ വളരും ദിനാദിനം പ്രതി കമ്പങ്കര ജനാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരൂ മഞ്ജസാ ജീവൻ ക്രമേണാദിനെ നാഭിസൂത്രാൽപരസ്നാമതാവിനാൽ സാവേക്ഷമായ മുക്തോന്നരസത്തിനാൽ വർത്തതേ ഗർഭാഗമായ പിണ്ഡം മുഹൂർത്ത ഋതുവരാ നിജ കർമ്മബലത്തിനാ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഡരവഗ്നി പ്രദനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിന 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കൂടി കഴിഞ്ഞതു നിത്യകൂടംബരനൈകാസക്തനായി വിത്തമാന്യയാമായാർച്ചിച്ചതം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നീ ഇപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ഭാഗ്യസ്ഥലെ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിയിടിന 10 മാസം തികയും വിധകൂതലേ ചിത്തതാപന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൽ ബലത്തിനാ ജീവനും ജാതനാം യോനീരശ്രണാവിടാനിതം ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചെല്ലാവതും യൗവന ദുഃഖം വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും വരാസകേ നിന്നാല് ഭൂതമായുള്ളോരെന്തിനോ വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹേകമെന്നു ഭവാനായ മോഹന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തു വർഗോത്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മദേഹദ്വയാൽ പരം മേലേ ഇരിപ്പതാത്മാവരൻ കേവലൻ ദേഹാദികളിൽ മമാത്വമുപേക്ഷിച്ചു
മോഹമകന്നാത്മജ്ഞാനിയായി വാഴുക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മാകമീശ്വര അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയും നേരം മായാമിമോഹമകലുമെല്ലാവനും പ്രാരാബ്ധകർമ്മവേഗാനുരൂപം ഭുവി പാരാമാത്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരു ഉപദേശവും പറയാൻ തവ ചെറ്റ ദുഃഖം മനക്കാമ്പിലുണ്ടാകലാം. ഗോത്രായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടം ദശരഥപുത്രനാ. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചപ്പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീ ഗോത്രയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോകും മായയാം ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനായെത്തിരഞ്ഞിടുവാൻ മാർക്കടരാജനീയോഗാൽ കവികുലം ദക്ഷിണാവാരിധി തീരദേശം വരും. തത്ര സമാഗമം മിന്നോടു വാനരൻ എന്തുമോടു നിമിത്തേന സംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്നെങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളാ യുക്ത വീച്ചിടൂ മടിയില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൽ ചിറകുകൾ പുത്തന എന്നേ വിചിത്രമേ നന്നുനെത്രയും മാതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരിക്കയില്ലെന്നുമേ. ശ്രീരാമദേവകലാമൃത മഹാത്മ്യ ആരാലുമോർത്താവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മനസ്സേ മറ്റതോ നീലകോ നല്ലതോ പേൽപേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്യിലർന്നവ നിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരിന്നിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യ ലോകാനർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമോ രാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറന്നു മറിഞ്ഞിതുന്നതനായ സമ്പാദികായസാം. പിന്നെ വിവരന്മാർ കൗതുകത്തോടു അന്യോനമാശു പറഞ്ഞു തുടങ്ങിന. ഉഗ്രം മകാനക്രചക്രഭയങ്കര അഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാ അരെങ്ങും മറുകര കാണുവാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കവികളെ. ശക്രനാദനയനൂജനാമംഗതൻ മർക്കടനായകന്മാരോടു ചെല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വെച്ചിങ്ങുവാനെൻ
നോടൊരുത്തൻ പറയണം, ഞാനിതീനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചെന്നതു കേട്ടവൻ തങ്ങളിൽ നോക്കി നാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും അങ്കദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുക്ത്യാദമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരുപതേക്കെന്നൊരു കവി, 30 ചാടാമെനിക്കെന്ന പേരനു മപ്പടി 40 മറ്റേവനും, 50 60 70 ചാടാമെനിക്കെന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകനെ നിർണാമമേ 100 യോജനയുണ്ടല്ലോ. ഈ കണ്ട നമ്മിലാർക്കും കടക്കാവത ലിക്കടൽ മർക്കടായി വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചിഹ്നമായി 3 അടിയായളക്കും വിധവും, യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചിടിനേൻ. വാർത്തകഗ്രസ്തന ഏനിതാനീലവ ആണാപ്തി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശ മാത്രയാം. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. ഇത്തമാജാത്മജൻ ചെന്നതു കേട്ടതീനുത്തരം വൃത്താരിപൗത്രനും ചൊല്ലിനാൻ, അങ്ങോട്ടു ചാടാമെനിക്കൊന്നു നിർണയമിങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനിതെന്നെങ്കിലും. പ്രത്യജനങ്ങളയക്കയില്ലെന്നുമേ പ്രത്യരീലേഖനുണ്ടാകുമെന്നേ ദേവരു. ആർക്കുമേ ഇല്ല സമാർത്യ മനശനം, ദീക്ഷിച്ചു തന്നെ മരിക്കാനല്ല വയം. താരേയവനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവാനന്ദൻ ലീനാൻ. എന്തു ജഗൽ പ്രാണനന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതും പറയാതെ കണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നൊഴിഞ്ഞു മറ്റാരെയും. ദശായണി ഗർഭപത്രസ്ഥാനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വദാത്മജാനാകയും യുവുമുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ യജ്ഞനാപെറ്റോളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അജ്ഞനാഗർഭച്യുതനായാവിനി ലജ്ഞസാജാതനായി വീണനേരം ഭവാൻ 500 യോജന മോൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മനസ്സേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ അടുത്തുടെ കണ്ടു നീ പക്വനെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ. ശക്രനൂടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മരുതൻ ഇനിയും കൊണ്ടുപോക്കിതു പാതാളമപ്പോ ത്രിമൂർത്തികൾ 30 മുക്കോടി പാനവർ തമ്മുടും ഉൽപ്പല സംഭ്രമ പുത്രവർക്കത്തോടു പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിന. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആത്മായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിന
നാമാന ഹനുമാനിവനെന്നു സാദരം വജ്രങ്കനു വിങ്കലേറ്റ മുറികയാം ലച്ചരിത്രങ്ങൾ മറന്നിതോ മനസ്സേ നിൻ കയ്യിലില്ലയോ ഓ തന്നതോ രാഘവാം അങ്കീലയാമതോ മെന്തിനെന്നോർക്ക നീ തദ്ബല വീരവേഗങ്ങൾ വർപ്പതീനി പ്രപഞ്ചത്തിങ്കലാർക്കുമാവതല്ലടോ ഇത്തം ദിദീസുതൻ ചെന്ന നേരം വായു മുത്താൽയായ സത്തരം പ്രീതയായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങും മറന്നവൻ സമദാസിംഗദാനം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ പ്രമീതരാകരാനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലാകിലോ ദശ കണ്ടാനും ബന്ധിച്ചു മെല്ലവേ വാമാകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈതൊഴുതിടുവൻ രാമാങ്കലീയമൻ കയ്യിലുണ്ടായകായാൽ മാരുതി വാക്കൂ കേട്ടോരു വിധീസുത നാരുട കൗതുകം ചെല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് തീർത്തിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ കല്യാണം ഭവിക്കതേ മരുതാദേവനോ മുണ്ടരീകേതവ ശ്രീരാമകാര്യാർത്ഥമായല്ല പോകുന്നു ആശീർവചനവും ചെയ്തു കബീകുല മാശുപോകുന്നു വിധിച്ചൊരനന്തരം വേഗേന പോയി മകേന്ദ്രത്തിൽ മുകളെറിയും നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്വവും ബന്ധമോദത്തോടിരുത്തീത കാലമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമമാഹൃദേ രമാതാം രാമ രാമാം ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തന്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744406785.